Cells in series and parallel. Cells series ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? Cells are connected in series when they are joined end to end. So that same quantity of current must flow through each cell. Series connectionൽ EMF സെല്ലിന്റെ EMF നമുക്ക് എങ്ങനെ എഴുതാം? E equivalent is equal to E1 plus E2. അതേപോലെ തന്നെ internal resistance R equivalent is equal to R1 plus R2 എന്ന് എഴുതാം സീരീസ് കണക്ഷനിൽ. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഓൾറെഡി നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. For series combination of n cells, the equivalent EMF is the sum of their individual EMF. For series combination of n cells, the equivalent internal resistance is also the sum of their individual internal resistance. Parallel combination പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പാരലൽ കോമ്പിനേഷന്റെ കേസിൽ ഈക്വലന്റ് ഇഎംഎഫിന്റെ ഇക്വേഷൻ ഇതാണ്. ഈക്വലന്റ് ഈസ് ഈക്വൽ ടു E1 R2 plus E2 R1 divided by R1 plus R2. അതുപോലെ തന്നെ R equivalent is equal to R1 R2 divided by R1 plus R2 എന്ന് നമുക്ക് കിട്ടും. അതിനെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ പറയാം. 1 by R equivalent is equal to 1 by R1 plus 1 by R2. Similarly, E equivalent divided by R equivalent is equal to E1 by R1 plus E2 divided by R2. Okay. If n cells, each of EMF E and internal resistance R are connected in parallel, then the total EMF and internal resistance will be. If n cells, each of EMF E and internal resistance R are connected in parallel. അപ്പം ഇവിടെ n നമ്പർ ഓഫ് സെൽസ് ഉണ്ട്. n നമ്പർ ഓഫ് സെൽസ് ഓരോന്നിൻ്റെയും EMF E ആണ്, എല്ലാത്തിൻ്റെയും സെയിം EMF തന്നെ E തന്നെയാണ്. ഇന്റേണൽ റെസിസ്റ്റൻസും എല്ലാ സെൽസിൻ്റെയും സെയിം ആണ്, R ആണ്. അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സീരീസ് അല്ല, പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ EMF ആൻഡ് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്, അതിൽ ഏതാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. E equivalent divided by R equivalent is equal to E1 by R1 plus E2 by R2 etc. En divided by Rn എന്ന് എഴുതാം. ഇവിടെ E1ഉം E2ഉം E3യും എല്ലാം സെയിം തന്നെ E ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ R1 R2 R3 എല്ലാം സെയിം വാല്യൂ ആണ്, R എന്ന വാല്യൂ ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഈക്വലന്റ് വാല്യൂ 1 by E equivalent is equal to 1 by R1 plus 1 by R2 plus 1 by R3 etc. up to 1 by Rn ആണ്. ഇനിയും E1നും R1നും എല്ലാം E-നും R-നും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? E equivalent divided by R equivalent is equal to E by R plus E by R plus E by R etc. E by R വരെ എഴുതാം. n നമ്പർ ഓഫ് സെൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, n into E by R എന്ന് എഴുതാം. n into E by R. ആ സെൽസിന്റെ എല്ലാം ഇന്റേണൽ റെസിസ്റ്റൻസ് 1 by R equivalent എങ്ങനെ എഴുതാം? 1 by R equivalent is equal to 1 by R plus 1 by R plus 1 by R plus etc. എന്ന് എഴുതാം. That is n by R. That is equal to n by R. അല്ലെങ്കിൽ R equivalent ഇക്വേഷൻ എഴുതാം. R equivalent is equal to R by n. R equivalent is equal to R by n. ഇനി നമുക്ക് E equivalentന്റെ ഇക്വേഷൻ എഴുതാം. E equivalent ഇക്വേഷൻ ഇതാണല്ലോ. E equivalent is equal to n into E by R ആണ്. E equivalent divided by R equivalent. അപ്പം ഇനിയും R equivalent കൂടെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ E equivalentന്റെ ഇക്വേഷൻ കിട്ടും n divided by E by R into R equivalent. ഇനിയും ഈ R equivalentന് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? R by n. അപ്പോൾ നമുക്ക് ഈ ആറും ഈ ആറും ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. ഈ എന്നും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാം. അപ്പോൾ ഈ ഇക്വലന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഇക്ക് ഈക്വലാണ്. അപ്പോൾ ഈ ഇക്വലന്റ് എന്ന് പറയുന്നത് ഇക്ക് ഈക്വലാണ്. അതേപോലെ തന്നെ ആർ ഈക്വലന്റ് എന്ന് പറയുന്നത് ആർ ബൈ എന്നിന് ഈക്വലാണ്. അപ്പോൾ ദ ഓപ്ഷൻ ഈസ് എ.
ഈ സെല്ലിന്റെ EMF സെയിം വാല്യൂ ഉള്ള സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക അതിന്റെ EMF സെയിം തന്നെ ആയിരിക്കും. എത്ര സെൽസ് ആയിക്കോട്ടെ അത് സെയിം വാല്യൂ ഉള്ള സെൽസ് ആണ്. അത് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ആ സിംഗിൾ സെല്ലിന്റെ EMFന് ഈക്വലന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ചെയ്യാൻ വേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് മാത്രം. Two identical cells, each of EMF E having negligible internal resistance, are connected in parallel with each other across an external resistance R. What is the current through the resistance? Current through the resistance. അപ്പോൾ ഇവിടെ രണ്ട് സെൽസ് ഉണ്ട്. ആ രണ്ട് സെൽസിന്റെയും EMF സെയിം EMF ആണ്. അത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്നാണ് എഴുതേണ്ടത്. അപ്പം ഈ രണ്ട് സെൽസ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ EMF രണ്ടിൻ്റെയും സെയിം ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആ രണ്ട് സെയിം വാല്യൂ ഉള്ള സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ EMFന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഈ രണ്ട് സെൽസിൻ്റെ പാരലൽ കോമ്പിനേഷൻ്റെ നെറ്റ് EMF എന്ന് പറയുന്നത് E തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ വാല്യൂ ഉള്ള ഒരു സെല്ല് കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ എഫക്റ്റീവ് ആണ്. റെസിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട് ഓംസ് ലോ അനുസരിച്ച് എഴുതാം I is equal to E by R. What does the voltmeter connected to the two terminals of a cell read? EMF or terminal potential difference? ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ വോൾട്ട് മീറ്റർ കാണിക്കുന്ന റീഡിംഗ് എന്തായിരിക്കും? അത് EMF ആയിരിക്കുമോ, സെല്ലിന്റെ EMF ആയിരിക്കുമോ റീഡ് ചെയ്യുക, അതോ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കുമോ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആൻസർ? യെസ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണിക്കുക. കാരണം എന്താണ്? EMF മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ EMF എന്ന് പറയുന്നത് സെല്ലിന്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എപ്പോൾ? when no current flows from the circuit. കറണ്ട് ഒന്നും ഡ്രോ ചെയ്യാത്ത സമയത്തുള്ളതാണ്. എന്നാൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ഡ്രോ ചെയ്യേണ്ടി വരും. കറണ്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ EMF ആയല്ല, അതിനെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പറയുക. To draw a maximum current from a combination of cells, how should the cells be grouped? Parallel, series, mixed grouping depends upon the relative value of internal and external resistance. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, അതിൽ ആൻസർ D ആണ്. ഡിപ്പെൻസ് അപ്പോൺ ദ റിലേറ്റീവ് വാല്യൂ ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ക്രിച്ചോസ് റൂൾ പെട്ടെന്ന് പറഞ്ഞേക്കാം. രണ്ട് റൂൾസ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ പോയിന്റ് റൂൾ എന്നാണ് പറയുക. എന്താണെന്ന് പറയുന്നത്? സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആൾജിബ്രിക് സം ഓഫ് ദി കറന്റ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഇൻ എ ക്ലോസ്ഡ് circuit is zero. That is, total current entering the junction is equal to total current leaving the junction. നമ്മൾ ന്യൂമറിക്കൽ സോൾവ് ചെയ്യുമ്പോൾ the current entering the junction is taken as positive and the current leaving the junction is taken as negative. Okay. The rule is based on conservation of charge. The rule, this first rule, junction rule or point rule, is based on conservation of charge. എന്തുകൊണ്ടാണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്? ഒരു ജംഗ്ഷനിലേക്ക് എത്ര ചാർജുകൾ വരുന്നു അത്രയും ചാർജുകൾ അവിടെ നിന്നും പുറത്തോട്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം ജംഗ്ഷനിൽ ഒരു ചാർജും നിൽക്കുന്നില്ല. എത്ര ചാർജുകൾ ഇൻഫ്ലോ ഉണ്ടാകുന്നു അത്രയും ചാർജ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് the rule is based on conservation of charge എന്ന് പറയുന്നത്. Kirchhoff's second rule അല്ലെങ്കിൽ loop rule. എന്താണ് loop rule? States that in any closed circuit the algebraic sum of the product of current and resistance in each part of the circuit is equal to net EMF of the circuit. The algebraic sum of the product of current and resistance in each part of the circuit is equal to net EMF of the circuit. അതാണ് Kirchhoff's second rule.
അത് എന്തിന്റെ ബേസിലാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഫസ്റ്റ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് ദ സെക്കൻഡ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. ഇതിന്റെ റൂൾസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇ എം എഫ് റൂൾ എന്താ പറയുന്നത്? ഒരു സെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ലൂപ്പ് ഡയറക്ഷൻ വരയ്ക്കും. ലൂപ്പ് ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ലൂപ്പ് ഡയറക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ആ സെല്ലിന്റെ ഇ എം എഫ് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. എന്നാൽ ലൂപ്പ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് ലൂപ്പ് ഡയറക്ഷൻ എടുക്കുന്നതെങ്കിൽ സെല്ലിന്റെ ഇ എം എഫ് പോസിറ്റീവായിട്ട് എടുക്കും. അതേപോലെ റെസിസ്റ്റൻസിന്റെ കേസിൽ കറണ്ട് ഫ്ലോയും ലൂപ്പ് ഡയറക്ഷനുമാണ് നോക്കുന്നത്. ഇപ്പോൾ ലൂപ്പിന്റെ ഡയറക്ഷൻ തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നെഗറ്റീവായിട്ട് എടുക്കും. കറണ്ട് ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ലൂപ്പ് ഡയറക്ഷൻ എടുക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയ ഐ ആർ പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കും. Kirchhoff's first and second law of electrical circuit are consequence of. അപ്പോൾ ഫസ്റ്റും സെക്കൻഡ് ലോസും എന്തിൻ്റെയൊക്കെ കൺസർവേഷൻ ആണ് എന്നാണ് ചോദിക്കുന്നത്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആൻഡ് എനർജി റെസ്പെക്റ്റീവ്ലി, കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് ഇലക്ട്രിക് ചാർജ്, കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് ഇലക്ട്രിക് ചാർജ്. നേരെ തിരിച്ചാണ് സെയിം പറഞ്ഞിരിക്കുന്നത്. ചാർജ് റെസ്പെക്റ്റീവ്ലി കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ, കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് എനർജി റെസ്പെക്റ്റീവ്ലി. ഇത് ക്രിച്ചോസ് റൂളിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. അത് ഞാൻ പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സമയമുണ്ടെങ്കിൽ പറയാം. ഇതൊന്ന് പറഞ്ഞേക്കാം. എ 10 volt cell of negligible internal resistance is connected in parallel across a battery of EMF 200 volt and internal resistance 38 ohm as shown in the figure. Find the value of current in the circuit. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഒന്നിലധികം സെൽസ് ഉണ്ട്. ഇവിടെ 2 സെൽസ് ആണ് സർക്യൂട്ടിൽ ഉള്ളത്. ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നിലധികം സെൽസ് സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിച്ചോസ് ലോ അപ്ലൈ ചെയ്യുന്നതായിരിക്കും തെറ്റുകൂടാതെ അത് ആൻസർ ചെയ്യാനുള്ള എളുപ്പമാകും. കാരണം ഇവിടെ സർക്യൂട്ട് വളരെ സിമ്പിൾ ആണ്, നമുക്ക് അല്ലാതെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിലും ക്രിച്ചോസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവിടെ 2 സെല്ലും ഉണ്ട്, ഒരു റെസിസ്റ്റൻസും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഈസി ആയിട്ട് എടുക്കാം. ഈ രണ്ടാമത്തെ പിക്ചർ നോക്കാം. ഒരു ക്ലോസ്ഡ് പാത്ത് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് പാത്ത്. ഇവിടെ കറണ്ട് ഫ്ലോ വരച്ചിട്ടില്ലെങ്കിൽ കറണ്ട് ഫ്ലോ വരയ്ക്കണം. കറണ്ട് ഫ്ലോ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ ഇ എം എഫ് ഉള്ള സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും വേണം വരച്ചു തുടങ്ങാൻ. വലിയ വാല്യൂ ഉള്ള സെല്ലിന്റെ വലിയ വാല്യൂ ഉള്ള ഇ എം എഫ് ഉള്ള സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും വേണം നമുക്ക് ഡ്രോ ചെയ്യാൻ. അപ്പോൾ ഇവിടെ 200 വോൾട്ടിന്റെ സെല്ലാണ്, കൂടിയ ഇ എം എഫ് ഉള്ള സെൽ. അതുകൊണ്ട് അതിന്റെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഒഴുകാൻ തുടങ്ങി, ഇതിലേക്കൂടെ വന്നു, ഈ സെല്ലിൽ കൂടെ കയറി ഇറങ്ങി, റെസിസ്റ്റൻസിലൂടെ കയറി ഇറങ്ങി, തിരിച്ചിവിടെത്തി, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് ലൂപ്പ്. ABCD എന്ന് പറയുന്ന ABCDA എന്ന് പറയുന്ന ലൂപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അവിടെ ക്രിച്ചോസ് ലൂപ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. ഇവിടെ തുടങ്ങാം. ഇവിടെ വരുന്നു ഫസ്റ്റ് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ അത് ആ സെല്ലിന്റെ ഇ എം എഫ് ആയ 10 വോൾട്ട് നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്, -10 വോൾട്ട്. പിന്നെ കറണ്ട് ഫ്ലോ റെസിസ്റ്റൻസിലെത്തി. റെസിസ്റ്റൻസിൽ ഇതേപോലെ ലൂപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും സെയിം ആണ്, അതുകൊണ്ട് അതിന്റെ പ്രോഡക്റ്റ് നെഗറ്റീവ് ആണ്. 38 ഓം ഇൻറ്റു കറണ്ട് ഐ ആയിട്ട് എടുക്കുകയാണ്. 38 ഇൻറ്റു ഐ എന്ന് പറയുന്നതും നെഗറ്റീവ് ആണ്. ഈ സെല്ലിലെത്തി കഴിഞ്ഞപ്പോൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് സെല്ലിലേക്ക് ലൂപ്പിന്റെ ഡയറക്ഷൻ വരുന്നത്, അതുകൊണ്ട് അത് പോസിറ്റീവ് വാല്യൂ ആണ്. +200 വോൾട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറണ്ടിന്റെ വാല്യൂ കിട്ടും. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു 5 ആംപിയർ. ഓക്കെ, നെക്സ്റ്റ് അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Kirchhoff's junction rule follows from the conservation of charge. Assertion right ആണോ wrong ആണോ? Correct. Assertion right ആണ്. ഇനി
റീസൺ എന്താ പറയുന്നത്? ക്രിച്ചോസ് ലൂപ്പ് റൂൾ ഫോളോ ദ കൺസർവേഷൻ ഓഫ് മൊമെന്റം. റീസൺ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ റോങ് ആണോ? റോങ് ആണ്. കൺസർവേഷൻ ഓഫ് എനർജി ആണ്, മൊമെന്റം അല്ല. ഇവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നോട്ട് കൺസർവേഷൻ ഓഫ് മൊമെന്റം, നോട്ട് കൺസർവേഷൻ ഓഫ് എനർജി ആണ് ലൂപ്പ് റൂൾ പറയുന്നത്. അപ്പോൾ റീസൺ തെറ്റാണ്, അസേർഷൻ കറക്റ്റ് ആണ്. അപ്പോൾ എ ഈസ് ട്രൂ ആൻഡ് ബി ഈസ് ഫോൾസ്. ദ ആൻസർ ഈസ് സി. Kirchhoff's junction rule can be applied to a junction of several lines or a point in a line. Junction rule. Kirchhoff's junction rule can be applied to a junction of several lines or a point in a line. Reason: when steady current is flowing, there is no accumulation of charge at the junction or at any point in the line. So, assertion പറയുന്നത് junction rule can be applied at a junction of several lines. അപ്പോൾ several lines combine ചെയ്ത് ഒരു ജംഗ്ഷനിൽ നമുക്ക് Kirchhoff's law അപ്ലൈ ചെയ്യാം, അല്ല എങ്കിൽ ഒരു ലൈനിലെ ഒരു പോയിന്റിലും അപ്ലൈ ചെയ്യാം. അസേർഷൻ കറക്റ്റ് ആണല്ലോ. ഇനി റീസൺ എന്താ പറയുന്നത്? when steady current is flowing, there is no accumulation of charge at any junction. ഈ ഒരു ജംഗ്ഷനിലും ചാർജസ് അക്യൂമുലേറ്റ് ചെയ്യത്തില്ല എന്നുള്ളത്, അതും റീസണും കറക്റ്റ് ആണ്. അപ്പം അസേർഷൻ കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ഇനി അസേർഷൻ റീസൺ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അതെ, രണ്ടും ജംഗ്ഷൻ റൂളിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ ആൻസർ ഈസ് എ. നെക്സ്റ്റ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ്. വീസ്റ്റൺസ് ബ്രിഡ്ജ് അറിയാമല്ലോ, 4 റെസിസ്റ്റൻസ് ബ്രിഡ്ജ് പോലെ കണക്ട് ചെയ്തിട്ട് 3 റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 4th അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അതിന്റെ തിയറി ഒന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് P/Q = R/S. P എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ്, Q എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ്, R എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ്, S എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ്. അപ്പം ബാലൻസ്ഡ് കേസിൽ P/Q = R/S ആണ്. നെക്സ്റ്റ് മീറ്റർ ബ്രിഡ്ജ്. Meter bridge is a simple form of Wheaton's bridge used to measure an unknown resistance or to be compared to unknown resistance. നിങ്ങൾ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യുന്നത് മീറ്റർ ബ്രിഡ്ജ് ആണ്. Wheaton's ബ്രിഡ്ജിന്റെ സിമ്പിൾ ഫോം ആണ് മീറ്റർ ബ്രിഡ്ജ്. ഇവിടെ നമുക്ക് ഒരു അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 2 അൺനോൺ റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഇക്വേഷൻ x = R × L/100 - L. L എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബാലൻസിങ് ലെങ്ത് ആണ്. നമുക്ക് യൂഷ്വലി പ്രാക്ടിക്കൽ ലാബിൽ റെസിസ്റ്റിവിറ്റി ആണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വയറിന്റെ റെസിസ്റ്റിവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² x/L എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വയറിന്റെ റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ x എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വയറിന്റെ റെസിസ്റ്റൻസ് ആണ്, R എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വയറിന്റെ റേഡിയസ് ആണ്, L വയറിന്റെ ലെങ്ത് ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ: ദ ബാലൻസ് പോയിന്റ് ഓർ നൾ പോയിന്റ് ഓഫ് എ മീറ്റർ ബ്രിഡ്ജ് does not change if we interchange the position of the galvanometer and the battery. ഇവിടെ ഗാൽവനോമീറ്റർ ഈ ഗ്യാപ്പിലാണ് കൊടുത്തിരിക്കുന്നത്, സെല്ല് ഈ ഗ്യാപ്പിലാണ് സെല്ല് കൊടുത്തിരിക്കുന്നത്. ഈ സെല്ലിന്റെ പൊസിഷനും ഗാൽവനോമീറ്ററിന്റെ പൊസിഷനും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നൾ പോയിന്റ് അല്ലെങ്കിൽ ബാലൻസ് പോയിന്റിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, why are the connection between the resistors in a meter bridge made of thick copper strip? മീറ്റർ ബ്രിഡ്ജിന്റെ കണക്ഷൻസ് നമ്മൾ തിക്ക് കോപ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന്: the resistivity copper is several times less than the resistivity of the experimental alloy. എക്സ്പെരിമെന്റൽ അലോയ് വയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ഒരു വയറാണ്, അതിന്റെ റെസിസ്റ്റിവിറ്റി ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന മിക്കവാറും നിക്രോം പോലുള്ള ഏതെങ്കിലും ഒരു ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള വയർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതിന്റെ റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി വളരെ വളരെ കുറവാണ്. As such, the area of the copper strip is more,
So copper strip almost offer zero resistance in the circuit. കാരണം ഇതിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകുമ്പോൾ ഈ കോപ്പർ സ്ട്രിപ്പിലൂടെയൊക്കെ ഇലക്ട്രിക് കറണ്ട് ഒഴുകുമ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ തിക്ക് ആയിട്ടുള്ള കോപ്പർ സ്ട്രിപ്സ് യൂസ് ചെയ്യുന്നത്. Why is the Wheaton's bridge better than the other method of measuring resistance? It does not involve Ohm's law. It is based on Kirchhoff's law. It has 4 resistor amps. It is a null method. What is the answer? Yes, it is a null method ആണ് അല്ലേ? Null method. Wheaton's bridge, meter bridge, null method ഉപയോഗിച്ചാണ് നമ്മൾ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ബെറ്റർ മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. In meter bridge or Wheaton's bridge, for measurement of resistance, the known and unknown resistance are interchanged. The error so removed is, അതായത് മീറ്റർ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുമ്പോൾ എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടി അൺനോൺ റെസിസ്റ്റൻസും നോൺ റെസിസ്റ്റൻസും ഇന്റർചേഞ്ച് ചെയ്യും. ഗ്യാപ്പുകൾ ഇന്റർചേഞ്ച് ചെയ്ത് കുറേ റീഡിങ്സ് എടുക്കും. അങ്ങനെ ഗ്യാപ്പ് മാറ്റി ഇന്റർചേഞ്ച് ചെയ്ത് റെസിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് പുതിയ റീഡിംഗ് എടുത്ത് എറർ കുറയ്ക്കുന്ന ആ എറർ കറക്ഷനെ നമ്മൾ എന്താണ് പറയുന്നത്? എൻ കറക്ഷൻ, ഇൻഡെക്സ് എറർ, ഡ്യൂ ടു ടെമ്പറേച്ചർ എഫക്റ്റ്, റാൻഡം എറർ. എൻഡ് എറർ ആണ് കേട്ടോ. എൻഡ് എറർ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്യാപ്പിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നത്. Next, potentiometer. The potentiometer is an instrument used to measure accurately the potential difference between 2 points in an electric circuit. Difference between potentiometer and voltmeter. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. വോൾട്ട്മീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ടിലെ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വോൾട്ട്മീറ്റർ യൂസ് ചെയ്യുന്നത്. സിമിലർലി പൊട്ടൻഷ്യോമീറ്ററും അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർക്യൂട്ടിലെ 2 പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് പൊട്ടൻഷ്യോമീറ്ററും യൂസ് ചെയ്യുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഏതാണ് കൂടുതൽ അഡ്വാൻറ്റേജ്? നമുക്ക് നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ, while measuring EMF, it does not draw any current from the driving source of non-EMF. ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ EMF മെഷർ ചെയ്യുമ്പോൾ ആ സെല്ലിൽ നിന്നും കറണ്ട് ഒന്നും ഡ്രോ ചെയ്യത്തില്ല. എന്നാൽ വോൾട്ട്മീറ്ററിന്റെ കേസിൽ അങ്ങനെയല്ല. while measuring EMF, it draws some current from the source of EMF. ആ സെല്ലിൽ നിന്നും കുറച്ച് കറണ്ട് ഡ്രോ ചെയ്താണ് വോൾട്ട്മീറ്റർ വർക്ക് ചെയ്യുന്നത്. It is based on null deflection method. It is based on deflection method. വോൾട്ട്മീറ്റർ നിങ്ങൾക്ക് അറിയാം, വോൾട്ട്മീറ്റർ ഒരു നീഡിലുണ്ട്. ആ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും വോൾട്ടേജ്, അതാണ് റീഡിംഗ് കാണിക്കുന്നത്. എന്നാൽ പൊട്ടൻഷ്യോമീറ്റർ അങ്ങനെയല്ല, നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. It has high sensitivity. Its sensitivity is low. It is very accurate device. It is an approximate instrument. അപ്പം ഇതൊക്കെയാണ് പൊട്ടൻഷ്യോമീറ്ററും വോൾട്ട്മീറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. EMFനെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെയാണ്. അതിനെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയുള്ള തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് R is equal to L1 divided by L2 minus 1 into R. Write 2 factors on which the sensitivity of a potentiometer depends. 2 factors on which sensitivity of a potentiometer depends. The factors affecting the sensitivity of the potentiometer are length of the potentiometer wire, current through the wire. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സെൻസിറ്റിവിറ്റി ഡിപെൻഡ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ വയർ, പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ ലെങ്ത്. സെക്കൻഡ് ഈസ് കറന്റ് ഫ്ലോയിങ് ത്രൂ ദി പൊട്ടൻഷ്യോമീറ്റർ വയർ. Write 2 possible cause for one side deflection in a potentiometer experiment. One side deflection കിട്ടാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? പോസിറ്റീവ് എൻഡ് ഓഫ് ദി സെൽ ആർ നോട്ട് കണക്റ്റഡ് ടു ദി സെയിം എൻഡ് ഓഫ് ദി വയർ. അപ്പം
പോസിറ്റീവ് എൻഡ് ഓഫ് ഓൾ ദി സെൽസ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് സെൽസ് ഉണ്ട്, ഒന്ന് പ്രൈമറി സർക്യൂളർ സെല്ല്, മറ്റൊന്ന് സെക്കൻഡറി സർക്യൂളർ സെൽസ്. ആ രണ്ട് സെല്ലിൻ്റെയും പോസിറ്റീവ് എൻഡ്സ് ഒരു പോയിന്റിൽ തന്നെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ EMF ഓഫ് ദ സെൽ കണക്റ്റഡ് ഇൻ ദ മെയിൻ സർക്യൂട്ട് ഈസ് ലെസ് ദാൻ the EMF of the cell whose EMF have to compare. അതായത് പ്രൈമറി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന്റെ EMF-നേക്കാൾ കുറവുള്ള ഒരു EMF ഉള്ള ഒരു സെല്ല് വേണം സെക്കൻഡറി സർക്യൂട്ടിൽ കൊടുക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ വൺ സൈഡ് ഡിഫ്ലക്ഷൻ ആയിരിക്കും പൊട്ടൻഷ്യോമീറ്ററിൽ കാണിക്കുക. Write two factors by which current sensitivity of a potentiometer can be increased. പൊട്ടൻഷ്യോമീറ്ററിന്റെ കറന്റ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് പൊട്ടൻഷ്യോമീറ്ററിന്റെ വയറും അതേപോലെ തന്നെ അതിലൂടെ ഒഴുകുന്ന കറണ്ട്. ഇതാണ് രണ്ട് ഫാക്ടേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് കറന്റ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നത്? The current sensitivity of a potentiometer can be increased by increasing the length of the potentiometer wire. Potentiometer wire length increase ചെയ്യുക. രണ്ടാമത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, the current flowing through the circuit can be decreased by decreasing the current in the wire using a rheostat. അപ്പോൾ rheostat ഉപയോഗിച്ച് ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടിനെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലും പൊട്ടൻഷ്യോമീറ്ററിന്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. പൊട്ടൻഷ്യോമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ഡിഫ്ലക്ഷൻ മെത്തേഡ്, സീറോ ഡിഫ്ലക്ഷൻ മെത്തേഡ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. ഏതാണ്? നൾ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സീറോ ഡിഫ്ലക്ഷൻ മെത്തേഡ്. Potentiometer measures potential more accurately because it measures potential in open circuit. It uses sensitive galvanometer for null deflection. It uses high resistance potentiometer wire. It measures potential in closed circuit. നേരത്തെ ഡിസ്കസ് ചെയ്തത് മറ്റൊരു രീതിയിൽ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. Potentiometer measures potential more accurately because എന്താണ്? Because it measures potential in open circuit. Null deflection method ആണ് ഉപയോഗിക്കുന്നത്. Null deflection method ഉപയോഗിക്കുമ്പോൾ സെല്ലിൽ നിന്നും കറണ്ട് ഒന്നും ഡ്രോ ചെയ്യുന്നില്ല. സെല്ലിൽ നിന്നും കറണ്ട് ഒന്നും ഡ്രോ ചെയ്യുന്നില്ല എങ്കിൽ സെല്ല് ഓപ്പൺ സർക്യൂട്ടിലാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് മെത്തേഡ് ആണ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. For measuring voltage of any circuit, potentiometer is preferred to voltmeter because potentiometer is preferred to voltmeter because A, the potentiometer is cheap and easy to handle. B, calibration in the voltmeter is sometimes wrong. C, the potentiometer almost draw no current during measurement. D, range of voltmeter is not as wide as that of potentiometer. Then answer is C. The potentiometer almost draws no current during measurement. A potentiometer can measure EMF of a cell because the sensitivity of potentiometer is large, no current is drawn from the cell at balance, no current flows in the wire of potentiometer at balance, internal resistance of cell is neglected. A potentiometer can measure EMF of a cell because no current is drawn from the cell at balance. B ആണ് answer. Sensitivity of potentiometer can be increased by increasing the EMF of the cell, increasing the length of the potentiometer, decreasing the length of the potentiometer wire, none of this. Discuss ചെയ്താണല്ലോ. Sensitivity of a potentiometer can be increased by B ആണ് increasing the length of potentiometer wire.
In potentiometer, a balance point is obtained when the EMF of the battery becomes equal to the EMF of the experimental cell. The potential difference of the wire between the positive end of the battery to jockey becomes equal to the EMF of the experimental cell. The potential difference of the wire between positive point of the cell and jockey becomes equal to the EMF of the cell, EMF of the battery. The potential difference across the potentiometer wire becomes equal to the EMF of the battery. The answer, the potential difference of the wire between the positive end of the battery to the jockey becomes equal to the EMF of the experimental cell. In the experiment of potentiometer, at balance point, there is no current in the current എവിടെയാണ് ഇല്ലാത്തത്? മെയിൻ സർക്യൂട്ട്, ഗാൽവനോമീറ്റർ സർക്യൂട്ട്, പൊട്ടൻഷ്യോമീറ്റർ സർക്യൂട്ട്, ബോത്ത് മെയിൻ ആൻഡ് ഗാൽവനോമീറ്റർ സർക്യൂട്ട്. ഇപ്പൊ ബാലൻസ് പോയിന്റിൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തത് ഏത് സർക്യൂട്ടിലാണ്? ഗാൽവനോമീറ്റർ സർക്യൂട്ട്. അതായത് ഗാൽവനോമീറ്ററിലാണ് സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത സർക്യൂട്ടിൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ഈസ് ഗാൽവനോമീറ്റർ സർക്യൂട്ട്. ഓക്കെ, ആ ചാപ്റ്ററിൽ അത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ, ബൈ.